Welcome to our YouTube channel. We are a family. ഞാൻ രേഷ്മ. അപ്പോൾ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങും തംബ്നെയിലൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പ്രോബ്ലം ഫേസ് ചെയ്യാറുണ്ടോ? പ്രത്യേകിച്ച് ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കണ്ണൊക്കെ എഴുതുമ്പോൾ കണ്ണ് കുറച്ച് കഴിയുമ്പോൾ ഒലിച്ചിറങ്ങുന്നത് നമ്മൾ എഴുതിയ പണിയെടുത്തതൊക്കെ വേസ്റ്റായി പോകുന്ന അവസ്ഥ വരാറുണ്ടോ? അപ്പോൾ എനിക്കിങ്ങനെ കണ്ണ് എഴുതുമ്പോൾ അല്ലാണ്ട് തന്നെ ചിലപ്പോൾ കുറേ സ്ക്രീൻ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ മൊബൈലൊക്കെ നോക്കുമ്പോഴൊക്കെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരാറുണ്ട്. അല്ലെങ്കിൽ കുറേ നേരം കുറച്ച് നേരം ഇങ്ങനെ കെടുക്കുമ്പോഴൊക്കെ കണ്ണിൽ നിന്ന് വെള്ളം ഒലിച്ച് വരാറുണ്ട്. പിന്നെ ഉള്ളി അരിയുമ്പോൾ ആരുടെയായാലും കണ്ണിൽ നിന്ന് വെള്ളം വരും. പക്ഷെ എൻ്റെ കണ്ണിൽ നിന്ന് ഒരുപാട് വെള്ളം വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എൻ്റെ അമ്മയ്ക്കൊന്നും അങ്ങനെ വന്ന് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മദറിലൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഇതിനർത്ഥം എൻ്റെ കണ്ണ് കുറച്ച് സെൻസിറ്റീവാണ്, കുറച്ച് വാട്ടറിയാണ്. അപ്പോൾ ഇങ്ങനെ ഇഷ്യൂ ഉള്ളവർക്ക് കണ്ണ് എഴുതുമ്പോൾ കുറച്ച് പ്രോബ്ലമാണ്. നമ്മൾ കണ്ണൊക്കെ എഴുതി നല്ല ഭംഗിയിലൊക്കെ പറ്റാവുന്ന പോലെയൊക്കെ ചെയ്ത് കണ്ണൊക്കെ എഴുതി റെഡിയായി പുറത്ത് പോയി വരുമ്പോൾ അപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ ഒലിക്കുക, ആകെ എടുത്ത പണിയൊക്കെ വേസ്റ്റ് ആവുക. അപ്പോൾ ഇങ്ങനെ എനിക്ക് പണ്ടുണ്ടായിരുന്ന ഒരു പ്രോബ്ലം. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എനിക്ക് കണ്ണെഴുതാൻ അറിയാണ്ടാന്ന്. പിന്നെയാണ് എൻ്റെ കണ്ണ് സെൻസിറ്റീവ് ആണെന്നും കുറച്ച് വാട്ടറി ആണെന്നും എനിക്ക് മനസ്സിലായത്. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് ടിപ്സൊക്കെ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ എനിക്കിങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസും സെൻസിറ്റീവായും വാട്ടറി ആയിട്ട് കണ്ണുള്ളവർക്ക് കണ്ണെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട. അല്ലെങ്കിൽ ഐ മേക്കപ്പ്, കാര്യമായിട്ടുള്ള ഐ മേക്കപ്പിനെ കുറിച്ചൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ചെറിയ തോതിൽ ഡിസ്കസ് ചെയ്യാട്ടോ. ഞാൻ അധികമൊന്നും ചെയ്യാറില്ല. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസും പിന്നെ ഞാൻ വായിച്ചതൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ സെൻസിറ്റീവ് ആൻഡ് വാട്ടറി ഐസ് ഉള്ളവർ കണ്ണെഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് എഴുതാൻ മതി. നിങ്ങളുടെ കണ്ണ് നല്ല അടിപൊളിയായിട്ട് നിൽക്കും. നിങ്ങൾക്ക് കണ്ണൊലിക്കുന്നതിനെ കുറിച്ചോ പിന്നെ നിങ്ങൾ ചെയ്ത മേക്കപ്പിനെ കുറിച്ചോ ഒരു ടെൻഷനും വേണ്ട. അപ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കണ്ണെഴുതുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ബേസിക് ആയിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കണ്ണെഴുതുമ്പോൾ ശ്രദ്ധിക്കുക. അതിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മേക്കപ്പ് റിമൂവൽ അവസാനം മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ കണ്ണിൻ്റെ നോർമൽ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് നമ്മൾ കണ്ണെഴുതുന്നതിന് മുമ്പൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കണ്ണെഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ ആയിരിക്കും എല്ലാവരും കണ്ണൊക്കെ എഴുതുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കണ്ണ് നല്ല വെള്ളത്തിൽ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുക, നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക. അതായത് ഞാൻ വെള്ളം കുറേ കണ്ണിൽ കോരി വെച്ച് കഴുകണം എന്നല്ല പറയുന്നത്. നല്ല മൈൽഡായിട്ടുള്ള ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മൈൽഡായിട്ടുള്ള ഫേസ് വാഷൊക്കെ എടുത്തിട്ട് കണ്ണിൽ ആവാത്ത രീതിയിൽ വാഷ് ചെയ്യുക, കണ്ണ് വൃത്തിയാക്കുക. കണ്ണിലെങ്ങാനും കുറച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളം ഒഴിച്ച് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ശേഷം മാത്രം കണ്ണെഴുതുക. സപ്പോസ് കുറച്ച് എന്തെങ്കിലും അതിൽ ഇരുന്നു എന്ന് വിചാരിച്ചാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനും സെൻസേഷനും ഉണ്ടാവാനുണ്ട്. അപ്പോൾ കണ്ണ് കഴുകുമ്പോൾ തന്നെ, അതായത് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കാട്ടോ. പിന്നെ നിങ്ങളുടെ കണ്ണ് ആ മേക്കപ്പൊക്കെ ചെയ്യണതിന് മുമ്പ് കൈയൊക്കെ നല്ലോണം ക്ലീൻ ആയിട്ട് വെക്കുക. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യണ പ്രോഡക്റ്റ്സ് ഇല്ലേ, യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് അത്യാവശ്യം നല്ല ബ്രാൻഡിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് മേടിക്കുക. ചിലപ്പോൾ ഇപ്പോൾ ഒരുപാട് ഭയങ്കര ഫേമസ് ആയ ബ്രാൻഡ്സൊക്കെ മേടിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പോൾ സെൻസിറ്റീവ് അല്ലെങ്കിൽ സെൻസേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ അതനുസരിച്ചുള്ള പ്രോഡക്റ്റ്സ് മേടിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ പ്രോഡക്ട്സിനെ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. 1 വർഷത്തിന് മേലൊന്നും അധികം ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഒരുപാട് മേക്കപ്പ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ, ഒരുപാട് ഷെയ്ഡ്സ് ഇടുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രഷസ് ഒക്കെ ഇല്ല, അതൊക്കെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാമെന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ബ്രഷ് യൂസ് ചെയ്യാതെ കൈ കൊണ്ടൊക്കെയാണ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചാൽ കൈയൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ബ്രഷ് മേടിക്കുമ്പോൾ ഒരുപാട് റഫായിട്ടുള്ള ലോ ക്വാളിറ്റി ബ്രഷ് മേടിക്കാതെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ബ്രഷ് മേടിച്ച് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ നമ്മളെല്ലാവരും മഹാമനസ്കരാണ്, പ്രത്യേകിച്ച് മലയാളികൾ. നമ്മളെ വീട്ടിൽ ചേച്ചിമാരോ അവരൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാരൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺമഷി ആണെങ്കിലും പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യും. പിന്നെ നമ്മൾ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈവൻ ടൂത്ത് ബ്രഷ് പോലെ നമ്മൾ ഷെയർ ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ കണ്ണെഴുതുന്ന പ്രോഡക്ട്സും കൺമഷിയും ഐലൈനറും ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ട് യൂസ് ചെയ്യും. പക്ഷെ ഇങ്ങനെ സെൻസിറ്റീവ് അല്ലെങ്കിൽ വാട്ടറി ആയി ഇഷ്യൂ ഉള്ളവർ അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുക നല്ലത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് നമ്മുടെ കണ്ണിൽ ഇറിറ്റേഷൻ ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇൻഫെക്ഷനൊക്കെ വരും. ഈവൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് വേറെ വല്ലവരും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും പ്രോബ്ലം വരാം. മെയിനായിട്ട് നമ്മൾ കണ്ണിൻ്റെ ഉള്ളിൽ എഴുതുന്ന ലൈനേഴ്സൊക്കെ ഇല്ലേ, കണ്ണിൻ്റെ ഉള്ളിൽ ടച്ച് ചെയ്യുന്നതൊക്കെ, അങ്ങനെയുള്ള ലൈനേഴ്സൊക്കെ വേറെ വല്ലവരും
യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും പ്രോബ്ലമാണ്, അവർക്കും പ്രോബ്ലമാണ്. അപ്പം ഈ ഒരു കാര്യത്തിൽ നമ്മൾ കുറച്ച് സെൽഫിഷ്നെസ് കാണിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ പ്രോഡക്ട്സ് കൊടുക്കാൻ പറ്റില്ല, ഇന്നതാണ് കാര്യം എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അടുത്തതായിട്ട് ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കണ്ണ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രൈമറും കൺസീലറും ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ മേടിച്ച് യൂസ് ചെയ്യാൻ നിൽക്കുക. പിന്നെ നല്ല ക്രീം ബേസ്ഡ് ആയിട്ടുള്ള നല്ലോണം ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങൾ കൈകൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ ഒരുപാട് കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുന്ന രീതിയിലൊന്നും അപ്ലൈ ചെയ്യാതെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് ഞാൻ ശ്രമിക്കട്ടെ. അപ്പം ഞാൻ ഇത്തരം പ്രോഡക്റ്റ്സ് അധികം യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. അപ്പോൾ നമുക്ക് കണ്ണ് എഴുതുന്ന പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ നോക്കാം, കണ്ണ് എഴുതുന്ന രീതിയെക്കുറിച്ചൊക്കെ. അപ്പോൾ കണ്ണിൻ്റെ ഉള്ളിലില്ലേ, കണ്ണിൻ്റെ ഈ വാട്ടർ ലൈൻ അല്ലെങ്കിൽ മുകളിലത്തെ ടൈറ്റ് ലൈൻ, ഇതൊക്കെ എഴുതാതിരിക്കുന്നതായിരിക്കും സെൻസിറ്റീവ് ഐസ് അല്ലെങ്കിൽ വാട്ടറി ഐസ് ഉള്ളവർക്ക് ഏറ്റവും നല്ലത്. പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് കണ്ണ് നല്ല ഡിഫൈൻഡ് ആയിട്ട് ഭയങ്കര പെർഫെക്റ്റ് ഒക്കെ ആയിട്ട് നിൽക്കാനായിട്ട് ഇത് എഴുതണം. അപ്പം നമ്മൾ ട്യൂട്ടോറിയലൊക്കെ കണ്ടിട്ടും കണ്ണിൻ്റെ ഉള്ളിലൊക്കെ എഴുതുന്നുണ്ട്, അങ്ങനെ എഴുതുമ്പോഴാണ് കറക്റ്റ് ഭംഗിയൊക്കെ കിട്ടുക. അപ്പം ഞാൻ ഇപ്പം എഴുതിയിട്ടുണ്ട്, കണ്ണിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട്. പുറത്ത് പോകുമ്പോൾ ഞാൻ അധികം പ്രിഫർ ചെയ്യാറില്ല. അപ്പം ഞാൻ കണ്ണിൻ്റെ ഉള്ളിൽ മുകളിൽ ഒരിക്കലും എഴുതാറില്ല, ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ, വാട്ടർ കണ്ണിൻ്റെ ഉള്ളിൽ അടിയിൽ ഈ വാട്ടർ ലൈൻ എഴുതണമെന്ന് തോന്നുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ഒരു കാജലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഹിമാലയയുടെ കാജൽ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് എഴുതുന്ന കാജലൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ കൈ എടുത്തിട്ട് കൈ കൊണ്ട് എഴുതാം. അപ്പം അങ്ങനെയുള്ളത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അത് കണ്ണിൽ സെൻസേഷൻ ഉണ്ടാവാനാണ് ചാൻസ്. ചിലപ്പോൾ നമ്മൾ കണ്ണ് എഴുതിയ സമയത്തൊന്നും പ്രോബ്ലം ഉണ്ടാവില്ല, കുറച്ച് കഴിയുമ്പോൾ ഒരു ഇറിറ്റേഷൻ വരാനും കണ്ണ് ഒലിച്ചു പോകാനൊക്കെ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് എഴുതിയ കണ്ണൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കൊളാവും. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ ബയോട്ടിക്കിൻ്റെ ഒരു കൺമഷി ഇതേപോലെ തന്നെ സെയിം മോഡൽ തന്നെ ബയോട്ടിക്കിൻ്റെ ഒരെണ്ണം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് എനിക്ക് കണ്ണിന് സെൻസേഷൻ വരുന്ന പോലെ ഫീൽ ചെയ്ത്. അപ്പം ഞാൻ ആ കമ്പനീനെ കുറ്റം പറയുന്നതല്ല, എനിക്ക് അതിനേക്കാളും നല്ലത് ഇതാണെന്ന് തോന്നുന്നത്. അപ്പം ചിലവർക്ക് അത് ശരിയാവും, ഇത് ശരിയാവില്ല, ചിലർക്ക് ഇത് ശരിയാവും, അത് ശരിയാവില്ല. അത് ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തു. അപ്പം നിങ്ങൾ തന്നെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പം എനിക്ക് സജഷൻ പറയാനുള്ളത് കണ്ണിൻ്റെ ഉള്ളിൽ എഴുതാതിരിക്കുക. എഴുതാണെങ്കിൽ നമ്മുടെ നാച്ചുറലായിട്ടുള്ള കാജൽ യൂസ് ചെയ്യുക, അതും ഈ കോൺ ടൈപ്പിലുള്ളത് യൂസ് ചെയ്യുക. കണ്ണിൽ കൈയിട്ട് വരയ്ക്കാൻ നിൽക്കരുത് കേട്ടോ. അടുത്തത് വന്നിട്ട് നമ്മുടെ ലിക്വിഡ് ലൈനേഴ്സ് ആണ്. അപ്പം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ലൈനേഴ്സ് ആണ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കണ്ണെഴുതാൻ പറ്റിയ ഒരു ലൈനർ ലിക്വിഡ് ലൈനർ തന്നെയാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ ഈ ലൈനറാണ്. അപ്പം ഞാൻ കണ്ണിൻ്റെ മുകളിൽ എഴുതാനും അടിയിൽ ഒരിക്കലും വാട്ടർ ലൈനിൻ്റെ ഉള്ളിലൊന്നും ഇത് വെച്ച് എഴുതരുത് കേട്ടോ. പലരും ഉള്ളിൽ എഴുതുന്നത് കാണാം, പക്ഷെ സെൻസിറ്റീവ് ആയിട്ടുള്ളവരും വാട്ടറി ആയിട്ടുള്ളവരും ഒരിക്കലും എഴുതരുത്. അപ്പം ഇത് എഴുതുമ്പോൾ ഒരിക്കലും കണ്ണിൻ്റെ ഉള്ളിൽ പെടാത്ത പോലെ ഔട്ടറിൽ മാത്രം എഴുതുക. സപ്പോസ് ഇന്നർ കോർണറൊക്കെ ഡിഫൈൻ ചെയ്യാൻ ഇത് പെർഫെക്റ്റ് ആണ്, പക്ഷെ ഉള്ളിൽ പോവാത്ത രീതിയിൽ എഴുതിയെടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിൽ പോവാത്ത രീതിയിൽ എഴുതിയെടുക്കുക. അപ്പം ഞാൻ മുകളിൽ എഴുതാനാണ് മെയിനായിട്ട് ഇതുപോലത്തെ ലൈനേഴ്സ് യൂസ് ചെയ്യാറ്. ചിലപ്പോൾ അടിയിലൊക്കെ എഴുതും. അടിയിൽ എഴുതുകയാണെങ്കിൽ തന്നെ ഞാൻ ഒട്ടും കണ്ണിൻ്റെ ഉള്ളിൽ പോവാത്ത രീതിയിൽ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് എഴുതാറ്. അപ്പം ഞാൻ പണ്ട് വേറെ ഡാസ്ലറിൻ്റെ ഐറ്റക്സിൻ്റെ ഒരു ലിക്വിഡ് ലൈനറാണ് യൂസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പം അന്ന് ഞാൻ ലൈനർ എഴുതി കണ്ണെഴുതി കഴിഞ്ഞ് ഒരു കണ്ണെഴുതി കഴിഞ്ഞ് അപ്പുറത്തെ കണ്ണിലോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും അപ്പം എനിക്ക് തുമ്മൽ വരും. അപ്പം ഈ കണ്ണ് തുമ്മി ഇവിടെ ഉണങ്ങിയിട്ടുണ്ടാവില്ല, ആകെ പരന്നൊരു കോലത്തിലായിട്ടുണ്ടാവും. അപ്പം എനിക്ക് അന്ന് മനസ്സിലാവുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ തുമ്മലത്. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് ആ പ്രോഡക്റ്റിൻ്റെ ഒരു അലർജി പോലെയാണ് അന്ന് ഫീൽ ചെയ്തോടുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുമ്മിക്കൊണ്ടിരുന്നത്. വൺസ് ആ പ്രോഡക്റ്റ് മാറ്റി പിന്നെ ഇത് യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് പിന്നെ എനിക്ക് ആ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് നിന്നത്. അപ്പം ഞാൻ ആ ഡാസ്ലറിൻ്റെ കമ്പനീനെ കുറ്റം പറയുന്നതല്ല, അവരുടെ വേറെ പ്രോഡക്ട്സൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ്. ലാക്മേനെ പൊക്കി പറയുന്നതല്ല. അത് ചിലവർക്ക് ചില പ്രോഡക്ട്സ് പറ്റില്ല. അപ്പം നിങ്ങൾ ഇതുപോലെ നിങ്ങൾ കണ്ടെഴുതുമ്പോൾ ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ അലർജി പ്രോബ്ലം ഇതുപോലെ തുമ്മൽ വരുമോ, എന്തെങ്കിലും ഇറിറ്റേഷൻ വരുമോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് സ്വിച്ച് ചെയ്തൊന്ന് മാറ്റി പിടിച്ച് നോക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ശരിയാവും കേട്ടോ. അപ്പോൾ അതും ഇങ്ങനത്തെ ചില ഇൻഡിക്കേഷൻസൊക്കെ നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും. അത് വെച്ച് നിങ്ങൾ പ്രോഡക്ട്സ് ഒന്ന് മാറ്റി ട്രൈ ചെയ്ത് നോക്കും. ഇത് വന്നിട്ട് ഇതുപോലത്തെ ജെൽ ഐലൈനേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ജെൽ ഐലൈനർ
അപ്പോൾ ഇത് ഞാൻ ഇവിടെ മേടിച്ചൊരു ബ്രാൻഡാണ്. നാട്ടിലെ ബ്രാൻഡൊന്നും ഞാൻ അങ്ങനെ ട്രൈ ചെയ്തതായിട്ട് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. അപ്പോൾ ഇത് സ്മഡ്ജ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് വാട്ടറി ആയിട്ടുള്ള കണ്ണൊലിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി വാട്ടർ പ്രൂഫായിട്ടും സ്മഡ്ജ് പ്രൂഫായിട്ടുള്ള പ്രൊഡക്ട്സിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ലൈനേഴ്സ് യൂസ് ചെയ്യാണ്, നേരത്തെ ലിക്വിഡ് ലൈനർ യൂസ് ചെയ്യുകയാണെങ്കിലും അങ്ങനത്തെ യൂസ് ചെയ്യാനായിരിക്കും നല്ലത്. പക്ഷെ എനിക്ക് കുറച്ച് ക്ലീൻ ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ലിക്വിഡ് ലൈനർ വാട്ടർ പ്രൂഫ് യൂസ് ചെയ്യാത്ത കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ കണ്ണെഴുതുന്ന രീതി അങ്ങനെയാണ്. മൊത്തം 3 പ്രോഡക്ട്സ് വെച്ചാൽ. അപ്പോൾ കണ്ണിൻ്റെ അടിയിലില്ലേ ഇവിടെ കുറച്ച് സ്മഡ്ജ് ചെയ്തെടുക്കാനും പിന്നെ കുറച്ച് ഷെയ്ഡ് വരുന്ന രീതിയിൽ എഴുതാനൊക്കെയാണ് ഞാനിത് യൂസ് ചെയ്യാറ്. അപ്പം നിങ്ങളും ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ബ്രഷ് വെച്ചിട്ടായിരിക്കും എന്തായാലും അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ ബ്രഷ് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബ്രഷ് യൂസ് ചെയ്യുക. പിന്നെ കണ്ണിൻ്റെ ഉള്ളിൽ പെടാത്ത രീതിയിൽ എഴുതുക. ഇന്നർ കോർണർ എഴുതുകയാണെങ്കിൽ നല്ല ഡിഫൈൻഡ് ആയിട്ട് എഴുതുക, ഉള്ളിൽ പെടാത്ത രീതിയിൽ എഴുതുക. സപ്പോസ് എങ്ങനെ ഉള്ളിലായി എന്ന് വിചാരിച്ചാൽ ഒരു ബഡ്സ് വെച്ചിട്ടോ ടിഷ്യൂ വെച്ചിട്ട് തന്നെ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് കളയുക, പിന്നത്തേക്ക് വെക്കാതിരിക്കുക കേട്ടോ. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലത്തെ കാജൽ പെൻസിൽസ് ആണ്. ഇത് ലാക്മേയുടെ ഒരു കാജലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മെബിലിൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പം ഇതും അത്യാവശ്യം കൊള്ളാവുന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ കണ്ണിൻ്റെ മുകളിൽ എഴുതാനാണെങ്കിലും കണ്ണിൻ്റെ അടിയിൽ എഴുതാനും ഉള്ളിൽ എഴുതാൻ ഞാൻ ഇപ്പോഴും റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ ഒരു തവണ ഉള്ളിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം മെബിലിൻ്റെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്കത് എഴുതി വേണമെങ്കിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. വീട്ടിൽ തന്നെ ചുമ്മാ ഇരിക്കുക. കുറേ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. 24 hours എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് അത് അത്രയും ലോങ് ലാസ്റ്റിംഗ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ സെൻസേഷൻ ഉള്ളവർക്ക് ഉള്ളിൽ എഴുതുന്നതല്ല പുറത്ത് എഴുതാൻ ഇത് ബെസ്റ്റാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യുന്നവർ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ പെൻസിൽ ടൈപ്പില്ലേ അതും ട്രൈ ചെയ്യും. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വെറുതെ തോന്നിയ ഒരു ബ്രാൻഡ് മേടിച്ച് യൂസ് ചെയ്യാതെ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് മേടിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അതിൻ്റെ കമ്പോണൻസ് ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ലൈനേഴ്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് വാട്ടറിങ് സെൻസിറ്റീവ് ഐസ് ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ബോൾ പോയിൻ്റ് ആയിട്ടുള്ള ലൈനേഴ്സ് ഉണ്ട്. നമ്മുടെ സ്കെച്ച് പെൻ പോലെയോ അല്ലെങ്കിൽ പെൻ പോലെയൊക്കെ ഉള്ളത്. എൻ്റെ പെൻ എവിടെയാണെന്ന് ഇവിടെ കാണാനില്ല. അപ്പോൾ ഞാൻ തപ്പി നോക്കിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതെ. പറ്റുകയാണെങ്കിൽ ഞാൻ പിക്കിടാം. അത് അങ്ങനത്തെയാണ് ഏറ്റവും നല്ലത്. കാരണം അത് സ്മഡ്ജ് പ്രൂഫായിരിക്കും, ലീക്ക് പ്രൂഫായിരിക്കും. പിന്നെ അതിൽ നിന്ന് വെറ്റ്നെസ് ഒന്നും അധികം വരുന്നില്ലല്ലോ. ജസ്റ്റ് പെൻ പോലെ ഒരു ബോൾ പോയിൻ്റ് പെൻ പോലെയല്ലേ വരുന്നുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് എഴുതി കിട്ടും, നമുക്ക് ലീക്ക് ആവുന്നില്ല, കണ്ണിൻ്റെ ഉള്ളിൽ സ്പിറ്റ് ആവുന്നില്ല. അപ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തത് വന്നിട്ട് നമ്മുടെ മസ്കാരസ് ആണ്. അപ്പം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്ന ഒരു നോർമൽ മസ്കാരയാണ്. അപ്പോൾ മസ്കാര യൂസ് ചെയ്യുമ്പോൾ ഈ സെൻസിറ്റീവ് ഐസും വാട്ടറി ഐസും ഉള്ളവർ യൂസ് ചെയ്യുമ്പോൾ നോർമൽ ടൈപ്പ് മസ്കാരയില്ലേ ആ മസ്കാര യൂസ് ചെയ്യുക. അത് പിന്നെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മസ്കാരയാണ് ഏറ്റവും നല്ലത്. നോർമൽ ടൈപ്പ് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വിചാരിച്ചാൽ മാർക്കറ്റിൽ വേറൊരു മെത്തേഡ് മസ്കാര ഇറങ്ങുന്നുണ്ട്. വോളിയം ഇൻക്രീസ് ചെയ്യാനുള്ള ഹൈ ലാഷസ് തിക്നെസ് കൂട്ടാനുള്ള തോന്നുന്ന മെത്തേഡുള്ള മസ്കാര. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചാൽ അതിൽ കുഞ്ഞു കുഞ്ഞു ഫൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫൈബേഴ്സ് സ്പ്രെഡ് ചെയ്ത് കണ്ണേ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രോ ഇഷ്യൂ ഉള്ളവർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നവർ അത് ഇട്ട് കഴിഞ്ഞാൽ പ്രോബ്ലമാറ്റിക് ആവാനുള്ള ചാൻസ് ഉള്ളു. അപ്പോൾ നോർമലായിട്ടുള്ള മസ്കാര യൂസ് ചെയ്യുക. പിന്നെയുള്ള ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് കണ്ണിൻ്റെ കൺപില്ലിയിൽ വാസലിൻ തേക്കുക തിക്നെസ് കൂട്ടാൻ. അത്തരം നോൺസെൻസ് ഒന്നും ചെയ്യാതിരിക്കട്ടെ നിങ്ങൾ. പിന്നെ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് ഐ മേക്കപ്പ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവില്ല, കുറച്ച് ഷെയ്ഡ്സും കളറൊക്കെ ആഡ് ചെയ്തിട്ട്. അപ്പം ഞാൻ അധികം ഒന്നും പ്രിഫർ ചെയ്യാറില്ല. എന്നാലും ചിലപ്പോഴൊക്കെ ഒരു കളറിനൊക്കെ വേണ്ടി ഇടാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടി ലിക്വിഡ് ആയിട്ടുള്ള ജെൽ ഫോമിലുള്ള ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ ഈ ലിക്വിഡ് ലൈനേഴ്സ് വരുന്ന പോലെ ഷെയ്ഡ്സ് അവൈലബിൾ ആവും, അങ്ങനത്തെ യൂസ് ചെയ്യണം നല്ലത്. അല്ല കുറേ കളർ ഓപ്ഷൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ പാലറ്റ്സ് തന്നെ മേടിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ പാലറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള പാലറ്റ് തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നല്ലത് കുറച്ച് ന്യൂഡ്സ് ആയിട്ടുള്ളതാണ്. ഈ ഗ്ലിറ്റേർഡ് ആയിട്ടുള്ള കുറച്ച് ഷിമ്മറി ആയിട്ടുള്ളതാണെങ്കിൽ കണ്ണിൽ കുറച്ച് സ്പ്രെഡ് ചെയ്ത് പോവും. നമ്മൾ കറക്റ്റ് എല്ലാം അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിച്ചൊരു സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ ഗിൽസൊക്കെ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ണിൽ പോകാനും കണ്ണൊലിച്ചിറങ്ങാനും സെൻസേഷൻ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ സോഫ്റ്റ് പൗഡേർഡ് ആയിട്ടുള്ള ഫോംസ് യൂസ് ചെയ്യുക. ന്യൂഡ്സ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നത്. ഞാനതാണ് കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളത് പുറത്ത് പോകുമ്പോൾ. വീട്ടിൽ ചിലപ്പോൾ ഷൂട്ടിനൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ ചുമ്മാ രസത്തിനൊക്കെ വേണമെങ്കിൽ ഗിൽസൊക്കെ അപ്ലൈ ചെയ്യാമെന്നല്ലാതെ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഉള്ളതെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഷെയ്ഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ബ്രഷ് വെച്ച് റഫായിട്ട് രീതിയിലൊന്നും അപ്ലൈ ചെയ്യാൻ നിൽക്കുക. ജസ്റ്റ് ടാപ്പ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കറക്റ്റ് രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. അതാണ് ഷെയ്ഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. അവസാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ മേക്കപ്പ് ഐ എക്സ്റ്റൻഷൻ ലാഷസ് ഒക്കെ എക്സ്റ്റൻഷൻ വെക്കില്ലേ,
ആർട്ടിഫിഷ്യൽ കൺപീലിയൊക്കെ വെക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് ചെക്ക് ചെയ്യുന്നതിന് പകരം മുമ്പേ ഇതൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. സാധാരണ നമ്മളൊരു ഗ്ലൂ വെച്ചിട്ടൊക്കെ ആയിരിക്കും ഇത് ഒട്ടിക്കുക. അപ്പോൾ ഈ ഗ്ലൂ ചിലവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഗ്ലൂ ഒന്ന് മുൻകൂട്ടി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വെക്കുക കേട്ടോ. പിന്നെ ലോക്കൽ ബ്രാൻഡ് മേടിക്കാതിരിക്കുക. പിന്നെ ഈ ലാഷ് 2-3 തവണയൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ലാഷസ് ഉണ്ട്. അങ്ങനത്തെ ലാഷസ് ഉണ്ടെങ്കിൽ നല്ലോണം ക്ലീൻ ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കണ്ണൊക്കെ പെർഫെക്റ്റ് ആക്കി എഴുതി ഈ മാത്രം പോരല്ലോ. അപ്പോൾ പുറത്ത് പോകുമ്പോഴും കൂടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ പുറത്ത് പോയി മേക്കപ്പ് ഒക്കെ ചെയ്ത് കണ്ണിൻ്റെ ഇതൊക്കെ വരുത്തി പുറത്ത് വല്ല ഫംഗ്ഷൻ എവിടേക്കെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ വെച്ചും ഡാമേജ് വരാൻ പാടില്ല, കണ്ണ് വലിച്ചിറങ്ങാൻ പാടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കയ്യിൽ എപ്പോഴും ഒരു ടിഷ്യൂ എന്തെങ്കിലുമൊക്കെ ഹാൻഡി ആയിട്ട് വെക്കുക. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറോ സോഫ്റ്റ് ടിഷ്യൂ അങ്ങനെ ഉണ്ടെങ്കിൽ കണ്ണ് സപ്പോസ് ചെറുതായിട്ടൊന്ന് ലീക്കായി വെള്ളം വന്നു, മെയിനായിട്ട് ഇന്നർ കോർണർ വഴിയായിട്ടും വരിക, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒരു ടിഷ്യൂ എടുത്തിട്ട് ഉടനെ തന്നെ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാനൊരു ബഡ്സ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും ഇതുപോലെ ഒരു ബഡ്സ്, ഇതൊരു നോർമൽ ബഡ്സാണ്, ബഡ്സ് കൊണ്ടുപോകാറുണ്ട് ഇന്നർ കോർണറിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പം ഞാൻ വാട്സ് ഇൻ മൈ ബാഗ് സെക്ഷനിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് കുറിച്ച് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ഇതിന് കണ്ണ് ക്ലീൻ ചെയ്യാനായിട്ട് കണ്ണ് ടേക്ക് കെയർ ചെയ്യാനായിട്ട് സ്പെഷ്യലായിട്ടുള്ള ബഡ്സും ക്ലീനിങ് ബഡ്സ് ഇതൊക്കെ ഉണ്ട്. ഓൺലൈനിലൊക്കെ ഉണ്ട്, ഷോപ്പിലൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമൽ ക്ലീൻ ബഡ്സ് ബേബി ബഡ്സ് ഒക്കെ യൂസ് ചെയ്താൽ മതി എന്നാണ്, ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം കേട്ടോ. ഇനി നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ കാറിലോ ബസ്സിലൊക്കെ പോകില്ല, അപ്പോൾ കാറ്റടിക്കുമ്പോൾ എന്തായാലും കണ്ണിനകത്ത് ഒരു വെള്ളം വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നോർമൽ ഗ്ലാസ്സോ സ്പെക്സോ അല്ലെങ്കിൽ നോർമൽ ഷെയ്ഡുള്ള ഗ്ലാസ്സോ അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ്സൊക്കെ നന്നായി യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാനൊരു ഗ്ലാസ് കയ്യിലെടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കുറവും കൂടി വേണ്ടല്ലോ. അങ്ങനെ നമ്മൾ വിജയകരമായി കണ്ണൊക്കെ എഴുതി ഒരു കുഴപ്പമില്ലാതെ കണ്ണൊക്കെ എഴുതി ഫംഗ്ഷനൊക്കെ പോയി അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി ഒരു ഡാമേജും വരാതെ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇനി കണ്ണിൻ്റെ മേക്കപ്പ് റിമൂവലാണ്. അപ്പോൾ മേക്കപ്പ് റിമൂവലിൽ കണ്ണിൻ്റെ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് രാത്രി ഒന്നും നമ്മൾ കണ്ണെഴുതിയോ മേക്കപ്പ് ഇട്ടിട്ടൊന്നും കിടന്നുറങ്ങാനേ പാടില്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വേണ്ടിയാണല്ലോ കണ്ണെഴുതുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ക്ലീൻ ചെയ്ത് കണ്ണിന് ബാക്കി കെയർ കൊടുക്കുന്നതായിരിക്കും നല്ലതാണ്. അപ്പോൾ നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് പല മെത്തേഡ്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ സെൻസിറ്റീവായിട്ടും ഇങ്ങനെ വാട്ടറി ആയിട്ടും കണ്ണുള്ളവർക്ക് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ക്ലൻസിങ് ബാംസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓയിൽ ബേസ്ഡ് ആയിട്ടും ക്രീം ബേസ്ഡ് ആയിട്ടും ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലൻസിങ് ബാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബാം ഏതാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് യൂസ് ചെയ്യുക. ഞാൻ ക്ലൻസിങ് ബാംസ് യൂസ് ചെയ്യാറില്ല, കാരണം ഞാൻ അതിൽ അത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. ഞാനിപ്പോഴും ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനെങ്ങനെ മേക്കപ്പ് റിമൂവ് ചെയ്യാന്ന് വിചാരിച്ചാൽ നമ്മളെ വെളിച്ചെണ്ണ എടുത്ത് ജസ്റ്റ് കണ്ണിലൊന്നും ഉള്ളിലാവാത്ത രീതിയിൽ റബ്ബ് ചെയ്യും. അതിന് ശേഷം ഇതൊരു കോട്ടൺ പാഡ് വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കും. അതിന് ശേഷം നമ്മുടെ ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകും. അപ്പോൾ ഡയറക്റ്റ് ഫേസ് വാഷ് ഇട്ട് കഴുകിക്കഴിഞ്ഞാൽ ആകെ മൊത്തം കുളമാവുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുക. ഈ ജെല്ലും ബാംസും ഒക്കെ ഏകദേശം ഈ രീതിയിലാണ്. അപ്പം ഞാൻ നാട്ടിലുള്ളപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പം എനിക്ക് ഇവിടെ ഒലീവ് ഓയിലാണ് കുറച്ചും കൂടി അഫോർഡബിലിറ്റി ഉള്ളത്. അപ്പം ഞാൻ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുക. പിന്നെയുള്ള മേക്കപ്പ് റിമൂവൽ മെത്തേഡ്സിനെ പറ്റി എനിക്ക് എടുത്ത് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുക, ഡയറക്റ്റായിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇറിറ്റേഷൻ ഉണ്ടാവുക. എപ്പോഴും ഒരു ഓയിലോ അല്ലെങ്കിൽ ബാമൊക്കെ വെച്ച് ക്ലീൻ ചെയ്ത് റബ്ബ് ചെയ്തതിന് ശേഷം മാത്രം ഫേസ് വാഷ് യൂസ് ചെയ്യുക. അപ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക. പിന്നെയുള്ളത് തന്നെ ക്ലൻസിങ് മിൽക്കൊക്കെ കിട്ടും. പക്ഷെ ഞാൻ ക്ലൻസിങ് മിൽക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് ഭയങ്കര ഇറിറ്റേഷനാണ് കണ്ണിലുണ്ടാവുക. ഒരിക്കലും കണ്ണിൻ്റെ മേക്കപ്പ് ഒന്നും നോർമൽ ക്ലൻസിങ് മിൽക്ക് വെച്ചിട്ടൊന്നും പോവാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് റബ്ബ് ചെയ്യേണ്ടി വരും. അത് കണ്ണിന് ഭയങ്കര സ്ട്രെയിനാണ് കൊടുക്കുക. അപ്പോൾ ക്ലൻസിങ് മിൽക്ക് അധികം യൂസ് ചെയ്യാതിരിക്കേണ്ടതാണ്. ഞാൻ യൂസ് ചെയ്ത് വെച്ച് എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെയുള്ളത് മേക്കപ്പ് റിമൂവൽ വൈപ്സ് കിട്ടും, മിസിലിയർ വാട്ടറൊക്കെ കിട്ടും. അപ്പോൾ പല യൂട്യൂബേഴ്സും പല കമ്പനീസിനും ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ഇത് കംഫർട്ടായിരിക്കും, കാരണം അവരുടെ കണ്ണിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഇറിറ്റേഷനും സെൻസേഷനും ഉള്ളവർ അതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. കംപ്ലീറ്റ് വേസ്റ്റ് ഓഫ് മണി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എണ്ണ വെച്ചിട്ട്
ചിലവർക്കൊക്കെ പോസ് വരുന്ന ക്ലോഗ് പോസ് ഉണ്ടാവാൻ കുരുള്ളവർക്കൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്കല്ല, നോർമലായിട്ട് കുഴപ്പമൊന്നും ഇല്ലാത്തവർക്ക് ഓയിൽ വെച്ചിട്ടുള്ളതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ബാം യൂസ് ചെയ്യുക, എന്നിട്ട് അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യുക, എന്നിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്യുക. ക്ലൻസിങ് മിൽക്കും വൈപ്പും മിസിലർ വാട്ടറൊക്കെ വെച്ച് നമ്മൾ ഉരച്ചൊരച്ച് കണ്ണിനെ ശല്യം ചെയ്യാതെ കണ്ണിന് സെൻസേഷൻ കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇതാണ് കണ്ണ് ക്ലീൻ ചെയ്യാനുള്ള മെത്തേഡ്. പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഐ കെയർ ആണ്. നമ്മൾ കണ്ണിലെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് കണ്ണിൻ്റെ കെയർ അവിടെ നിൽക്കുന്നില്ല. ഞാൻ സപ്പോസ് നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ഒരു കെയർ കൊടുക്കുക, ചിലപ്പോൾ കണ്ണിന് ഒരു സ്ട്രെയിൻ മാറ്റണം, കണ്ണിനൊന്ന് റിലാക്സ് ചെയ്യണം, കൂൾ ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുക്കുംബർ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് 2 കണ്ണിലും വയ്ക്കുക. അതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ്. പിന്നെ ചിലർ ഐ ഡ്രോപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അത് അങ്ങനെ ഒരുപാട് പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവരുടെ ഒരു മെഡിക്കേഷൻ അനുസരിച്ച് മാത്രം ഐ ഡ്രോപ്സ് യൂസ് ചെയ്യാം കേട്ടോ. അല്ലാത്തവർ പിന്നെ വേണമെങ്കിൽ നമ്മുടെ കണ്ണിൽ ചെറിയ കോട്ടൺ വെച്ചിട്ട്, കുറച്ച് നനവുള്ള കോട്ടൺ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് കണ്ണിൻ്റെ അടിയിൽ വെച്ച് റിലാക്സ് ചെയ്യാം. അല്ലെങ്കിൽ അലോവേറയുടെ ജെല്ല് അപ്ലൈ ചെയ്യാം. എനിക്ക് അലോവേറയുടെ ജെല്ല് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം അലോവേറ 2 പീസായി കട്ട് ചെയ്ത് ജസ്റ്റ് കണ്ണിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. അതും നല്ലൊരു മെത്തേഡ്. നല്ല കൂളിംഗ് ആയിരിക്കും കണ്ണിന് കിട്ടുക. കണ്ണിൻ്റെ ഒരു സ്ട്രെയിനും ഇതൊക്കെ പോയി കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടീ ബാഗ്സ് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പം ഗ്രീൻ ടീയുടെ ടീ ബാഗൊക്കെ ഉണ്ടാവില്ല, അത് ജസ്റ്റ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ട് പിന്നെ ചെറുതായിട്ട് ഡ്രൈ ആകുമ്പോൾ അതിങ്ങനെ വെക്കുക. പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമുള്ള മെത്തേഡല്ല. എനിക്ക് കുക്കുംബർ അലോവേറയാണ് കൂടുതൽ ഫേവറേറ്റ്. അത് ചെയ്യാൻ താല്പര്യമുള്ള ടീ ബാഗ് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ടീ ബാഗ് ട്രൈ ചെയ്യാം. ഇനി ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു എഫക്റ്റും ഇല്ല, കണ്ണ് ഭയങ്കരമായിട്ട് വാട്ടർ ഉണ്ട്, ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ഉള്ളവരാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്, സെൻസിറ്റീവ് ഐസിന് സ്പെഷ്യലായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്, ഡ്രഗ് സ്റ്റോഴ്സിലൊക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് സ്പെഷ്യലായിട്ട് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയൊരു മൈൽഡ് ഇഷ്യൂ ആണ്, കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ഇതുപോലെ കുഞ്ഞു കാര്യങ്ങൾ ആര് ശ്രദ്ധിച്ചപ്പോൾ പോവാവുന്ന ഒരു സെൻസേഷനുള്ള. അപ്പോൾ ഒരുപാട് പ്രോബ്ലം ഉള്ളവരെ അങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ ചിലവർക്ക് ഒരുപാട് വാട്ടറി ആയിട്ടുള്ളവരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ ഇതുപോലെ ഒരു കോട്ടൺ ടവലില്ലേ, ഇതുപോലെ ഒരു കോട്ടൺ ടവൽ എടുക്കുക. അപ്പോൾ ഇത് എന്നിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം ഇരിക്കുക. നിങ്ങൾ മേക്കപ്പ് ചെയ്യണതിന് മുമ്പ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. അങ്ങനെ ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ കണ്ണ് എവിടേക്കെങ്കിലും പോണതിന് മുമ്പ്, മേക്കപ്പ് ചെയ്യണതിന് മുമ്പ് അങ്ങനെ ചെയ്യുക. അപ്പോൾ കണ്ണിന് ഒരു ഇഫക്റ്റ് കിട്ടും. അതിന് ശേഷം നിങ്ങൾ കണ്ണ് ഇവിടെ ഒന്ന് മസാജ് ചെയ്യുക, മുകളിലും അടിയിലും ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കണ്ണിൽ എക്സ്ട്രാ ഉള്ള വാട്ടറും ഓയിലൊക്കെ ഒന്ന് സെഗ്രിഗേറ്റ് ആയിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഒലിച്ചിറങ്ങും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ വിപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം പോവും. അപ്പോൾ അങ്ങനെ പിന്നീട് പിന്നെ വെള്ളം ഒലിച്ചിറങ്ങലൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ 2-3 തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് തോന്നിയിട്ടില്ല. എൻ്റെ കണ്ണ് അത്രയ്ക്കും വാട്ടറി അല്ല, ചെറിയൊരു സെൻസേഷൻ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ കോട്ടൻ്റെ ഈ ടവൽ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒരു പാഡ് എടുത്തിട്ട് വെച്ച് യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള ടിപ്സ്. ഇതൊക്കെ അപ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാവുന്നവരാണ്. അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്ക്. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എൻ്റെ ടിപ്സ് കൂടുതലായിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ എൻക്വയറിക്ക് വേണ്ടി നമ്മുടെ ഇമെയിൽ ID ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിലോട്ട് മെയിൽ ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് ഒരു പേജ് ഉണ്ട്, VRA ഫാമിലി, അതിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും ഒക്കെ അക്കൗണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിലൊക്കെ നമ്മളെ ഫോളോ ചെയ്യുക കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. കീപ്പ് ഓൺ വാച്ചിങ് VRA ഫാമിലി. ബൈ.